Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ലഞ്ച് മെനു ആണ്. അതൊരു നാടൻ ചീരയില കറി അതല്ലെങ്കിൽ ചീരക്കൂട്ടാനും പിന്നെ ഒരു നെല്ലിക്ക പച്ചടി അല്ലെങ്കിൽ നെല്ലിക്ക ചമ്മന്തി എന്ന് പറയാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു മുട്ട റോസ്റ്റും. ഇതെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് ട്ടോ. നിങ്ങൾ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പച്ച ചീര എടുക്കാവുന്നതാണ്. ഇതൊരു 350 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് കഴുകുമ്പോഴൊക്കെ നല്ല സൂക്ഷിച്ച് കഴുകണം, കാരണം പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോ ഇലയായിട്ട് പൈപ്പിൻ്റെ ചോട പിടിച്ചിട്ട് ഓരോ ഇലയായിട്ടും കഴുകണം. ഇതിൽ മണ്ണ് ഒരുപാടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മൂത്ത തണ്ടൊക്കെ മുറിച്ച് കളയാം. അധികം മൂക്കാത്ത തണ്ടും ഇലയും കൂടി എടുത്തിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം എടുത്തിട്ട് അത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് എടുക്കാം കേട്ടോ. തുവരപ്പരിപ്പ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോഴേക്കും നിൽക്കില്ല അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. പിന്നെ ഒരു 3 ചുള ചുവന്നുള്ളി വേണ്ടാത്തവർക്ക് അത് ഇല്ലാതെയും അരയ്ക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ പരിപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പൊന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചീരക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ പരിപ്പിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ അളവ് കൂടി പോകരുത്. അങ്ങനെ ആകുമ്പോൾ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു അളവ് വളരെ കറക്റ്റാണ്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. 1 കപ്പോ 1.5 കപ്പോ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ടത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ചേർക്കുക. ചീരയ്ക്ക് ചെറുതായിട്ടുള്ള വേവ് ഉണ്ട്, അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ആ ഇല അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അങ്ങനെ കുറച്ച് സോഫ്റ്റായിട്ട് വരും. കണ്ടില്ല, ഇപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് കറി കൂടുതൽ കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ചേർക്കുക. ആ മിക്സർ ജാറ് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നാളികേരം ചേർത്തിട്ട് കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നന്നായിട്ട് തിളച്ചിട്ട് ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതെങ്ങനെ കുറേ വെള്ളം ഒഴിച്ചിട്ട് വല്ലാതെ ലൂസിലല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, കുറച്ചിങ്ങനെ കട്ടിയിലാണ്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചൂടുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം. ആ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കൂട്ടുന്ന സംഭവം. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണം ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ചെറിയ ഉള്ളിക്കൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ഒഴിക്കുക. കറിയിൽ നിന്ന് കുറച്ച് ആ തടുക്കാപ്പാനിലേക്ക് ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിൻ്റെ ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. നല്ല അടിപൊളി ചീരക്കറി റെഡി ആയിരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇനി ഇതിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ് നെല്ലിക്ക പച്ചടി അല്ലെങ്കിൽ നെല്ലിക്ക ചമ്മന്തി എന്ന് പറയാം, അല്ലെങ്കിൽ നെല്ലിക്ക അരച്ചു കലക്കി എന്ന് പറയാം. ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ചിങ്ങനെ ചമ്മന്തി ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ലൂസായിട്ടല്ല. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 നെല്ലിക്ക ഒരു 4 മിനിറ്റ് ആവി കയറ്റിയതാണത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, ആവശ്യത്തിന് പച്ചമുളക് 2-3, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നെല്ലിക്ക എടുക്കുമ്പോൾ നല്ല മൂത്ത നെല്ലിക്കയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈരും കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടല്ല അരച്ചെടുക്കുന്നത്. എന്തായാലും തൈര് ചേർക്കണം. അപ്പോൾ പിന്നെ ആ തൈര് ചേർത്തിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ 1-2 ഉണക്കമുളക് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. ഇത്രേ വേണ്ടൂ. എന്നിട്ട് വറവ് അതിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. ചട്നി റെഡിയായി. മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഇനി എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട വേവിച്ചിട്ട് നെടുകെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇതിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുരണ്ട ഒരു പരുവാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നതിങ്ങനെ തിളച്ച് അതൊന്ന് കുറുകി വരുമല്ലോ, ആ സമയത്ത് ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട കൂടി ചേർത്തതിൻ്റെ ശേഷം ഇത് ഒരു സൈഡ് റോസ്റ്റായി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് 2 സൈഡ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് റെഡിയായി. അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് മെനു ആണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.